ഈ പറയുന്ന വിമർശിക്കുന്ന ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടില്ല. അതെവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. യൂട്യൂബിലാണോ, ഫേസ്ബുക്കിലാണോ, ഇൻസ്റ്റയിലാണോ, ടെലഗ്രാമിലാണോ, എവിടെയാണ് അറിയില്ല. അപ്പോൾ പിന്നെ എളുപ്പപ്പണി എന്താ? വൈജിത്ത് എന്നെപ്പറ്റി പറഞ്ഞ അഭിപ്രായം ഇച്ചിരി കൂടെ ഒന്ന് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് തട്ടിവിടും. ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും, അല്ല വൈജിത്ത് എഴുതിയിരുന്നു. ഇല്ല, അങ്ങനൊരു സാധനം ഇല്ല ചേട്ടാ. അല്ല, ഒന്നുമില്ലാതെ വൈജിത്ത് എഴുതുക. അപ്പോൾ വൈജിത്തിനോട് ചോദിക്കും, ഇതെന്താ വൈജിത്ത്? അല്ല, ഞാൻ മറ്റേ നാരായണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതി, ഞാൻ കണ്ടിട്ടില്ല. താൻ കണ്ടില്ലേ? എന്നിട്ട് താൻ എഴുതി? അല്ല, അപ്പോൾ നാരായണൻ എഴുതിയോ ഇന്നലെ രാത്രി? ഇങ്ങനെ. അപ്പോൾ ആർക്കും ഉത്തരവാദിത്തമില്ല ചോദിക്കുമ്പോൾ. ഞാനും കേട്ടു, ഞാനും ഒരു കമൻ്റ് അടിച്ചു. അതാണ് സംഭവിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ പീപ്പിൾ ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയില്ല. ഇപ്പോൾ ഡൽഹി സമരത്തിൽ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 370 കളയണം, മറ്റേ FCRA കളയണം, അത് പല ആവശ്യങ്ങളുമായിട്ടുള്ള ആൾക്കാർ കൂടി. അതുപോലെ മറ്റ് പല കാരണങ്ങളാൽ എന്നോട് ദേഷ്യമുണ്ട്. അവനെ ഞാൻ നോക്കി വെച്ചതാണ്, കിട്ടി കയ്യിൽ എന്ന് പറഞ്ഞിട്ട്. വേറെ എന്തെങ്കിലും കാരണമായിരിക്കും, വേറെ എവിടെയെങ്കിലും ഞാനടിച്ച കമൻറ്റ് അവർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തൊന്നും ഇല്ലയെന്ന് അറിയാമെങ്കിലും പഴയ കണക്ക് തീർക്കാം എന്ന് പറഞ്ഞിട്ട് കിട്ടി, ഞാനിവന് ഓങ്ങി വെച്ചതാണ് ഞാൻ എന്നൊക്കെ പറയും. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലെ സ്വഭാവങ്ങളാണ്. ഈ ഏർപ്പാടിന് കൂട്ടുനിന്നവനാണ് ഞാൻ, അറിയാമോ? ഈ പറഞ്ഞ വിപ്ലവകാരിയൊന്നും അന്ന് കണ്ടില്ല. ഞാനും ഷാജൻ സ്കറിയയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ 118A എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് ആക്റ്റിൽ ഒരു വകുപ്പ് കൂടെ കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചു ഈ സോഷ്യൽ മീഡിയ ബഹളങ്ങൾക്കെതിരെ. അത് ഓർഡിനൻസായിട്ട് ഇറക്കി ഗവർണർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ഗവർണറെ പോയി കണ്ട് അത് ഒപ്പിടരുത് സാറെന്ന് പറഞ്ഞു വാദിച്ചു. ഗവർണർ ഒപ്പിട്ടു, വേറെ കാര്യം. ഞാൻ പറഞ്ഞു ഗവർണർ കേൾക്കണമെന്നില്ല. പക്ഷേ ഗവർണർ കേട്ടു എന്നെ സമാധാനമായിട്ട്. ഒടുവിൽ എന്തായി, ഈ അമെൻമെൻറ്റ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രശാന്ത് ഭൂഷൺ അവരൊക്കെ വലിയ ബഹളം വെച്ചു നോർത്തിൽ. വാട്ട് നോൺസെൻസ്, ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഓർഡിനൻസ് പിൻവലിച്ചുകൊണ്ട് അടുത്ത ഓർഡിനൻസ് ഇറക്കി. അതും ഗവർണർ ഒപ്പിട്ടു. അന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയുണ്ട് എൻ്റെ, ഇപ്പോഴുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഒരാൾക്ക് വേറൊരാളെ അധിക്ഷേപിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമം ഒക്കെ ആകുമ്പോൾ, ഇത് കേരള പോലീസ് ആക്ട് ഒരു ആക്റ്റാണല്ലോ. അപ്പം എൻ്റെ അഭിപ്രായം ആക്റ്റിൽ ഇതൊക്കെ വ്യക്തമായിട്ട്, എന്താ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മുടെ ടോൺ കൊണ്ട് തന്നെ അധിക്ഷേപമായിട്ട് തോന്നാം. ഡോ എന്ന് വിളിക്കുമ്പോൾ ഒരു അധിക്ഷേപമല്ലേ? അതേസമയം ഫ്രണ്ട്സ് തമ്മിൽ പറയട്ടിടോ, അധിക്ഷേപമല്ല, സംഭവം എടോയാണ് താൻ. അപ്പോൾ നിയമത്തിൽ ഇത്തരം വികാരങ്ങൾ കൊണ്ടുവരാൻ പ്രയാസമാണ്. അതാണ് പിണറായി വിജയൻ ഈ അമെൻമെൻറ്റിലൂടെ ചെയ്തത്. അപ്പോൾ അത് സ്വീപ്പിങ്ങായി. അധിക്ഷേപം എന്നുള്ള വാക്ക്, അപമാനം എന്നുള്ള വാക്ക്, അപമാനം ഓൾറെഡി നമ്മുടെ പീനൽ കോഡിലുള്ളതാണ്. ഡിഫമേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടാകുന്നത് ഫെയിം എന്താണ്, ഇയാൾക്ക് ഫെയിമുണ്ട്, ഫെയിമുള്ള ആളിനെ ഡിഫമേഷനുള്ളൂ, ഇങ്ങനെയൊക്കെ നിയമത്തിൻ്റെ നൂലാമാലയിൽ ജനങ്ങളെ പെടുത്തുക. പേഴ്സണലി ഞാനന്ന് വാദിച്ചത്, അന്ന് ഇതേ മീഡിയ വൺ, അന്ന് അഭിലാഷ് മോഹനൻ മീഡിയ വണ്ണിലായിരുന്നു. ഇതേ മീഡിയ വൺ അന്ന് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു ഈ ഗവർണറെ കണ്ടതിൻ്റെ പേരിൽ. അന്ന് ഞാൻ പറഞ്ഞു, ഞാനിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ താൻ ഇതുവരെ ചത്തില്ലേടോ കിളവ എന്ന് ചോദിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. ഞാനായിട്ട് അത് ഡിലീറ്റ് ചെയ്യില്ല. ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ അവർ ചിലതൊക്കെ എടുത്ത് കളയിറക്കേണ്ട, അതിന് ഞാൻ ഉത്തരവാദിയല്ല. ബട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യില്ല. താനിന്ന് വലിച്ച കഞ്ചാവേത, ഏത് ബ്രാൻഡാണ് കുടിക്കുന്നത്, കുടിക്കാറുള്ളത്, അത് ഇത് എണീറ്റ് നിൽക്കാൻ ജീവനില്ലാത്തവൻ, ഇതുപോലെയൊക്കെ. ആളുകൾക്കിത് പറയാനൊരു അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനൊരു ഫ്രീ സ്പീച്ചിൽ വിശ്വസിക്കുന്ന ആളാണ്. ബട്ട് ഇത്തരം വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഒരു പൗരന് ആ വാക്ക് ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും അവകാശമുണ്ട്. അതുകൊണ്ട് അവരത് പറഞ്ഞോട്ടെ. ദിസ് ഈസ് മൈ പോയിൻറ്റ്.
ഇത് ഓൺ റെക്കോർഡ് മീഡിയ വണ്ണിൻ്റെ ആർക്കൈവ്സിൽ നോക്കിയാൽ ഈ ചർച്ച കാണാം. അതേ മീഡിയ വൺ ഇപ്പോൾ ഇതും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബിക്കോസ് ദേ നോ ഫുൾ വെൽ ദാറ്റ് ഈ 31 മിനിറ്റുള്ള വീഡിയോ ഒരു മനുഷ്യനും കുത്തിയിരുന്ന് കാണാൻ പോകുന്നില്ല, ഇല്ലയെന്ന് എനിക്ക് പറയാം. പത്രികക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ പത്രികക്കാരെപ്പോഴും എന്നോട് പറയാറുള്ളത്, ചേട്ടന് പറയാനുള്ളത് അങ്ങ് പറയുക, പറഞ്ഞ് തീർന്നു ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, 20 20, 30 30. ഇപ്പോൾ സാധാരണഗതിയിൽ ലെഫ്റ്റ് മൈ സെൽഫ് ഞാൻ പോയി സ്വാഭാവികമായിട്ട് നിൽക്കുന്നതൊരു 21 22 മിനിറ്റിലൊക്കെയാണ്. അതുകൊണ്ട് മിക്കവാറും പത്രികയിലെ വീടുകൾ ചിലതൊക്കെ 13 മിനിറ്റ് 12 മിനിറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ അത് ഫ്രീ, എൻ്റെ അവർ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം എനിക്ക് പത്രിക തന്നിട്ടുണ്ട് സംസാരിച്ചു. അപ്പോൾ ഇത് എല്ലാവരും കാണില്ല എന്ന് എനിക്കും അറിയാം, പത്രികക്കാർക്കും അറിയാം. 30 മിനിറ്റ് വീഡിയോ എപ്പോഴെങ്കിലും വായിച്ചിരുന്ന് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ വിട്ടുകളെ കുറച്ചും നോക്കും, കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നോക്കും, എന്നിട്ട് വിട്ടുകളെ. ദിസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ടാണ് ഈ ബഹളം നടക്കുന്നത്. അത് നടന്നോട്ടെ, ഐ വെൽക്കം ദാറ്റ്. ദേ ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ. കാര്യം അറിഞ്ഞ് വിമർശിക്കുന്നവർ, കാര്യം അറിയാതെ വിമർശിക്കുന്നവർ, പഴയ കണക്ക് തീർക്കുന്നവർ, ഇവരൊക്കെ ഇതിനകത്തുണ്ട്, ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ ഒരാൾ എന്നെ നമ്പറിട്ട് ഈ TG മോഹൻദാസിനെ വക വരുത്തിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞൊരു ദേഷ്യത്തിൽ കഴിയുന്നൊരു മനുഷ്യൻ, അയാൾക്കൊരു ആശ്വാസം കിട്ടണ്ടേ? അപ്പോഴാണ് എല്ലാവരും കൂടെ TG മോഹൻദാസിനെ തരുന്നത്, കേട്ട് പഴയ ദേഷ്യം അയാളും തീർക്കുന്നു. അങ്ങനെയെങ്കിലും തീരട്ടെ. ദിസ് ഈസ് ഓൾ പാർട്ട് ഓഫ് നമ്മുടെ സൊസൈറ്റിയാണ്. ഐ ഹാവ് നോ പ്രോബ്ലം.